എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതൊരിക്കലും ഫെയിലായി പോകാത്തൊരു റെസിപ്പിയാണ്. എത്ര തണുപ്പുള്ള സ്ഥലത്താണെങ്കിലും ഇതേ രീതിയിൽ മാവ് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദോശമാവിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അരിയും ഉഴുന്നും എല്ലാം കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി അരിയാണ്. 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി അരി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പച്ചരി എടുത്താലും മതി. പച്ചരി ആകുമ്പോൾ ദോശയരിയോ സാധാരണ പച്ചരിയോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പച്ചരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി അരയ്ക്കുമ്പോൾ നമ്മൾ 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് പുഴുക്കലരിയും കൂടി ചേർക്കണം. അപ്പോഴാണ് ഇഡ്ഡലി കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇഡ്ഡലി അരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പാർഷ്യലി ബോൾഡ് റൈസാണ്. അതുകൊണ്ട് പുഴുക്കലരി സെപ്പറേറ്റ് ആയിട്ട് ചേർക്കണം എന്ന് ഇല്ല. അപ്പോൾ അതേ അളവിൽ നിങ്ങൾ എടുക്കുക. പിന്നെ വേണ്ടത് ഉഴുന്നാണ്. നമ്മൾ 3/4 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. ഉഴുന്നും ഉലുവയും കൂടിയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുതിർക്കുന്നത്. ഇനി വേണ്ടത് ചൗവരിയാണ്. ഇത് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന സാബുനരി ചൗവരി എന്നൊക്കെ പറയുന്നതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം 1/2 കപ്പ് കുതിർക്കാനായിട്ട് വെക്കുക. എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഇഡ്ഡലിയും ആയാലും ദോശ ആയാലും ഉണ്ടാക്കുമ്പോൾ കുതിർക്കാനായിട്ട് വെക്കേണ്ടത്. ഇനി ഒരു 4 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് ഓരോന്നും അരച്ച് എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉഴുന്നും ഉലുവയും കൂടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇഡ്ഡലി മാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറുകിയിട്ടാണ് മാവ് തയ്യാറാക്കേണ്ടത്. നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ 1/4 ഭാഗത്തിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. നല്ല മഷി പോലെ വേണം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട്. വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1 കപ്പ് വരെ ചേർത്താൽ മതി. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ജാറിൽ തന്നെ നമുക്കിനി പച്ചരി അരച്ചെടുക്കാം. പച്ചരി അരയ്ക്കുമ്പോൾ ഒരുമിച്ച് ആണ് നമ്മളിപ്പോൾ അരയ്ക്കുന്നത്. ഇത് കുറച്ച് വലിയൊരു ജാറാണ്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അരിയുടെ ഉഴുന്നിൻ്റെയും ജസ്റ്റ് മുകളിലായിട്ട് വെള്ളം നിൽക്കണം. അതാണ് പരുവം. അപ്പോൾ നമ്മൾ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട്. പച്ചരി മുഴുവനായിട്ടും നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൗവരി കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി അരയ്ക്കുമ്പോൾ കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ട് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് പ്രത്യേക നമ്മൾ കടിക്കുമ്പോൾ കുറച്ച് തരിതരിപ്പോടെ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പും മതിയാകും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്യേണ്ടത് കൈവച്ചിട്ടാണ്. കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് പതപ്പിച്ചിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇഡ്ഡലിയുടെ ആ സോഫ്റ്റ്നെസ് ഒക്കെ ഇരിക്കുന്നത് നമ്മൾ മിക്സ് ചെയ്യുന്നതിലും സെപ്പറേറ്റ് ആയിട്ട് അരച്ച് വെക്കുന്നതിലും ഒക്കെയാണ്. അപ്പോൾ നന്നായിട്ട് കൈവച്ചിട്ട് നമ്മളിപ്പോൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫെർമെൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഇത് ഫെർമെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഓവർനൈറ്റാണ് ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ അരിയും ഉഴുന്നും മാത്രം അരച്ചിട്ട് പൊങ്ങാനായിട്ട് വെക്കുമ്പം ഇത്ര അങ്ങ് പൊങ്ങി വരില്ല. നമ്മൾ ചൗവരിയും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ഇത്ര നല്ലതായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കുമ്പോൾ ഒരുപാടങ്ങ് മിക്സാക്കിയിട്ട് അതിൻ്റെ ഫ്ലഫ്നെസ് കളയരുത്. ഈ ഒരു പരുവത്തിൽ മിക്സാക്കി എടുക്കുക. ഉപ്പ് നമ്മൾ തലേദിവസമായി ചേർത്തിരിക്കുന്ന കാരണം വീണ്ടും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ഇഡ്ഡലി കുട്ടകത്തിലേക്ക് നമ്മൾ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. തട്ടിൽ വെളിച്ചെണ്ണ നന്നായിട്ട് തടവി വെച്ചിട്ടുള്ളതാണ്. ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ചിട്ട് താഴെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം തട്ട് വെച്ചിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കറക്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന അളവിലെ തവിയിൽ ഒരു തവി ഒഴിക്കുക. ഓവർഫ്ലോ ആയി പോകരുത്. അപ്പോൾ നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഒരു 15 മിനിറ്റ് നമ്മളിപ്പോൾ ആവി കയറ്റി ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി നമ്മളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒന്ന് തളിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് ഇളക്കിയെടുക്കാം. പച്ചവെള്ളം ഇങ്ങനെ തളിച്ചിട്ട് നമ്മൾ ഇളക്കുമ്പോൾ വളരെ ഈസിയാണ്. വളരെ ഈസിയായിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമ്മൾ ഇഡ്ഡലിയെല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. നമ്മൾ ചോറൊക്കെ അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് നാൾ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴത്തേക്ക് അത് പുളിച്ചിട്ട് പെട്ടെന്ന് തന്നെ മാവ് ചീത്തയായി പോകും. പക്ഷേ നമ്മളിതുപോലെ ചൗവരി ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം ഇഡ്ഡലി മാവ് ഫ്രിഡ്ജിലിരുന്നാലും നമ്മൾ വീണ്ടും ഉണ്ടാക്കുമ്പം ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ മാവ് അധികം പുളിച്ചിട്ടൊന്നും പോവില്ല. നല്ല സോഫ്റ്റായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. ഒട്ടും തന്നെ അധികമായിട്ട് പുളിയില്ലാത്ത
ഒരു ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ ഇഡ്ഡലി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരിക്കലും ഇത് ഫെയിലാവില്ല. അതുപോലെ മാവൊക്കെ പൊങ്ങാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ചൗവരി ചേർത്തിട്ട് നരച്ചിട്ട് ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്